Hi friends, നമ്മൾ KSEBയുടെ സബ് എഞ്ചിനീയർ കോച്ചിങ് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാണ്. വെൽക്കം ടു ക്ലാസ് കോച്ചിങ് ക്ലാസ്സസ്. ഇവിടെ നമ്മൾ വീക്കെൻഡ് നടത്തുന്ന എക്സാമിനേഷൻ്റെ സൊല്യൂഷൻ ക്ലാസ്സസ് ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. സോ വി ആർ മൂവിങ് ഇൻ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് കോച്ചിങ്ങിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ഇതുപോലെ ഇടുന്ന ക്വസ്റ്റ്യൻ സൊല്യൂഷൻസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ സൊല്യൂഷൻസ് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ടെലിഗ്രാം ചാനൽ വഴിയാണെങ്കിലും യൂട്യൂബ് ചാനൽ വഴിയാണെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മുടെ അപ്ഡേഷൻസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ 2000 two watt resistors are connected in parallel എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Their combined resistance വാല്യൂവും വോൾട്ടേജ് റേറ്റിംഗും എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ 2000 ഓം 2 watt റെസിസ്റ്റേഴ്സ് ആണ് കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ നമുക്കതിൻ്റെ ഓമിക് റേറ്റിംഗും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പവർ റേറ്റിംഗും തന്നിട്ടുണ്ട്. കണക്റ്റഡ് ഇൻ പാരലലാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കമ്പൈൻഡ് റെസിസ്റ്റൻസ് വാല്യൂ ആൻഡ് വോൾട്ടേജ് റേറ്റിംഗ് എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പം 200 ഓംസ് പാരലൽ ആണെങ്കിൽ നമ്മുടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാണ് കിട്ടുക? 200 ഓം ഇൻ പാരലലാണ്. സോ 2 ഓം ഇൻ പാരലൽ ആണെങ്കിൽ എന്താ കിട്ടുക? ആൻസർ ഈസ് ഈക്വൽ ടു 1 ഓം അല്ലെ. ഈക്വൽ റെസിസ്റ്റൻസസ് ഇൻ പാരലൽ, ആൻസർ ഈസ് ഈക്വൽ ടു ഹാഫ്. അപ്പം 2000 പാരലൽ ആണെങ്കിൽ നമ്മുടെ നെറ്റ് ആൻസർ എന്ന് പറയുന്നത് 1000 ഓംസ് ആണ് നമ്മുടെ നെറ്റ് റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് കിട്ടുക. ഇനി പവറിൻ്റെ കാര്യം നമുക്കറിയാം. വെൻ പവർ 2 watt ആൻഡ് 2 watt ഈസ് ഇൻ പാരലൽ, നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് സമ്മാണ്, സം ഓഫ് ദ വോൾട്ടേജസ് ആണ് വരിക. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആർ ഇക്വലൻ്റ് എന്ത് കിട്ടുന്നു? 1000 ഓംസ് ആണെന്ന് കിട്ടുന്നു. പവർ ഇക്വലൻ്റ് എത്ര ആണെന്ന് കിട്ടുന്നു? 4 watts ആണ് എന്ന് കിട്ടുന്നു. അപ്പോൾ ഏതാ നമ്മുടെ ആൻസർ വരിക? അപ്പോൾ 1000 4 ആണ് നമുക്ക് വേണ്ടത്. സോ ആൻസർ ഈസ് ഈക്വൽ ടു ഓപ്ഷൻ ബി ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 1. സോ 1000 ഓംസും 4 watts ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. Now moving into the next question, which is question number 2. We have 3 resistances, each of value 1 ohm, 2 ohm and 3 ohm. If all the 3 resistors are to be connected in a circuit, how many different values of equivalent resistances are possible എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ നമുക്ക് മാക്സിമം എത്ര കോമ്പിനേഷൻസ് നമുക്ക് ഈ റെസിസ്റ്റേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കാം? അപ്പോൾ 1 ohm, 2 ohm, 3 ohമിൻ്റെ 3 റെസിസ്റ്റേഴ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ആൻഡ് ഇഫ് ദേ ആർ കണക്റ്റഡ് ഇൻ എ സർക്യൂട്ട്, ദെൻ ഹൗ മെനി ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ആൻഡ് ഹൗ മെനി ഡിഫറെൻറ്റ് ഇക്വലന്റ് റെസിസ്റ്റൻസ് വാല്യൂസ് ആർ പോസിബിൾ. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിനെ 3നെയും സീരീസിൽ കണക്ട് ചെയ്യാം, പിന്നെ നമുക്ക് ഇതിനെ 3നെയും പാരലലിൽ കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് R1, R2, R3 പാരലൽ ആക്കിയിട്ട് R1നെ അതിന് സീരീസ് ആക്കാം. R1, R3 പാരലൽ ആക്കിയിട്ട് R2നെ അതിന് സീരീസ് ആക്കാം. ഇനി അടുത്ത കോമ്പിനേഷൻ നോക്കിയാൽ R1, R2 പാരലൽ ആക്കിയിട്ട് R3നെ സീരീസിലാക്കാം. R1ന് പാരലലായിട്ട് R2, R3 നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ R2ന് പാരലലായിട്ട് R1, R3 ചെയ്യാം. R3ക്ക് പാരലലായിട്ട് R1, R2 ചെയ്യാം. സോ ദാറ്റ് മീൻസ് 8 കോമ്പിനേഷൻസ് ആർ അവൈലബിൾ ഇൻ ടോട്ടൽ. നമുക്ക് 8 കോമ്പിനേഷൻസ് ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ആൻസർ ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, വിച്ച് ഈസ് ഈക്വൽ ടു 8. നമുക്കപ്പം ഈ ഒരു 1 ohm, 2 ohm, 3 ohm റെസിസ്റ്റേഴ്സ് വെച്ചിട്ട് 8 കോമ്പിനേഷൻസ് ഓഫ് ഇക്വലന്റ് റെസിസ്റ്റൻസസ് ആർ പോസിബിൾ. Now moving into the next question, which is question number 3. An electric heater draws 1000 watts from a 250 volt source. Power drawn from a 200 volt source എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പം ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്, ഹീറ്ററിൻ്റെയും ബൾബിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മളത് റെസിസ്റ്റൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പം നമുക്ക് 1000 watts 250 volt ഹീറ്ററിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓൾറെഡി നമുക്ക് അറിയാവുന്ന വാല്യൂ ആണത്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞതാണ്. 62.5 ohms ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 62.5 ohms നെക്സ്റ്റ് V²/R ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പവർ കിട്ടും. ആ പവർ എന്ന് പറയുന്നത് 640 watts ആണ് ആൻസർ. So ഏതാ ആൻസർ? ആൻസർ ഈസ് ഓപ്ഷൻ ബി, വിച്ച് ഈസ് 640 watts. Now moving into the next question, which is question number 4. The material to be used to manufacture a standard resistor should be of എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരു മെറ്റീരിയൽ യൂസ്ഡ് ടു മാനുഫാക്ചർ എ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസിന് എന്തായിരിക്കണം അതിന് ക്വാളിറ്റി ഉള്ളത് എന്നുള്ളതാണ്. ഇറ്റ് ഷുഡ് ഹാവ് ഹൈ റെസിസ്റ്റിവിറ്റി ആൻഡ് ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ദ മെറ്റീരിയൽ ടു ബി യൂസ്ഡ് ടു മാനുഫാക്ചർ എ സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ, ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മെറ്റീരിയലിൻ്റെ പ്രിൻസിപ്പൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരിക്കണം? ഒന്ന്,
അതിന് ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കതൊരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒന്ന് അതിൻ്റെ ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. അതായത് അക്കോർഡിംഗ് ടു ടെമ്പറേച്ചർ വേരിയേഷൻ അതിൻ്റെ സെൽഫ് റെസിസ്റ്റൻസിൽ വേരിയേഷൻ വരാനായിട്ട് പാടില്ല. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ചിട്ട് എന്ത് മാറാൻ പാടില്ല? സെൽഫ് റെസിസ്റ്റൻസിൽ ചേഞ്ച് വരാൻ പാടില്ല. സോ അപ്പോൾ അതുകൊണ്ട് R is equal to rho L by A ആണ്. സോ ഹൈ റെസിസ്റ്റൻസ് മെറ്റീരിയൽ ആണ് നമുക്ക് വേണ്ടത്. ഇറ്റ് ഷുഡ് ഹാവ് ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ബിക്കോസ് ഇറ്റ് ഷുഡ് നോട്ട് വേരി ഇറ്റ്സ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് വെൻ ടെമ്പറേച്ചർ ചേഞ്ചസ്. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 4 വി വിൽ ഗോ വിത്ത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് നമ്മൾ ആൻസർ ആയിട്ട് എടുക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 4 റെസിസ്റ്റൻസസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ദെയർ കമ്പൈൻഡ് റെസിസ്റ്റൻസ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്. 2 ഓം ഉണ്ട്, 4 ഓം ഉണ്ട്, 5 ഓം ഉണ്ട്, 20 ഓം ഉണ്ട്. 2 ഓം, 4 ഓം, 5 ഓം ആൻഡ് 20 ഓം, ഈ 4 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ കമ്പൈൻഡ് റെസിസ്റ്റൻസ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കറിയാം ഓൾറെഡി 2 റെസിസ്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണ് നമ്മുടെ ആൻസർ അല്ലേ. സോ ഇഫ് 2 റെസിസ്റ്റേഴ്സ് ആർ ഇൻ പാരലൽ ദെൻ R ഇക്വലന്റ് എന്ന് പറയുന്നത് R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണ്. അപ്പോൾ ഈ 2 റെസിസ്റ്റേഴ്സ് എടുത്ത് 5ഉം 20ഉം എടുത്തു കഴിഞ്ഞാൽ R1 R2 അടിക്കുമ്പോൾ എന്ത് കിട്ടും? R1 R2 100 ആണ്. R1 പ്ലസ് R2 എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ വെട്ടിക്കളഞ്ഞാൽ നമുക്ക് അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ എത്രയാണെന്ന് കിട്ടുന്നു? 4 ഓം ആണെന്ന് കിട്ടുന്നു. ആ 4 ഓമിനെ ഇതിന് പാരലായിട്ട് ഇട്ടാൽ 4 പാരലൽ 4 ബിക്കംസ് ഈക്വൽ ടു 2 ആൻഡ് ദെൻ 2 പാരലൽ 2 ബിക്കംസ് ഈക്വൽ ടു 1. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ വിച്ച് ഈസ് ഈക്വൽ ടു 1 ഓം. അപ്പോൾ നമ്മൾ ആദ്യമേ 5നെയും 20നെയും പാരലൽ ചെയ്യുന്നു. 5 20 പാരലൽ ചെയ്യുമ്പോൾ എനിക്ക് 4 ഓം കിട്ടുന്നു. 4 പാരലൽ ഗീവ്സ് 2 ഓം കിട്ടുന്നു. ദെൻ 2 പാരലൽ വിൽ ഗീവ് യു 1. സോ അവർ ആൻസർ ഈസ് ഈക്വൽ ടു ഓപ്ഷൻ എ വിച്ച് ഈസ് ഈക്വൽ ടു 1 ഓം. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയാണ്? 1 ഓം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മെൻ്റൽ കാൽക്കുലേഷൻ വഴി തന്നെ ക്യാൻസൽ ചെയ്ത് നമുക്കിത് ചെയ്യാം. അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യുന്ന കുട്ടികളും ഉണ്ട് എന്നവർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ തരുന്നത്. അപ്പോൾ നോർമലി ചെയ്യുന്നൊരു കുട്ടിയാണെങ്കിൽ അത് 1/2 പ്ലസ് 1/4 പ്ലസ് 1/5 പ്ലസ് 1/20 ഈസ് ഈക്വൽ ടു 1/R ഇക്വലൻ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ ഇൻവേഴ്സ് എടുത്തിട്ടാണ് പിന്നെ ആൻസർ എഴുതുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം നമുക്ക് ആ കാൽക്കുലേഷനിൽ വേസ്റ്റ് ആയി. കാര്യം കാൽക്കുലേറ്റർ പെർമിറ്റഡ് അല്ല. പക്ഷേ കാൽക്കുലേറ്റർ ഇല്ലാതെ തന്നെ മനക്കണക്കിൽ വെട്ടി ചെയ്യാവുന്ന രീതിയിലുള്ള റെസിസ്റ്റൻസ് വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു ക്ലാസ് എടുത്ത് നല്ല ഒരു സാറിൻ്റെ അടുത്ത് പഠിച്ച് ഈ ടെക്നിക്ക് മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് എങ്കിൽ ഈ തന്നിരിക്കുന്ന ഓമിക് വാല്യൂസിന് ഒരു സിഗ്നിഫിക്കൻസും തോന്നത്തില്ല. ഒരു 2 ഓം ആണ്, ഒരു 4 ഓം ആണ്, ഒരു 5 ഓം ആണ്, 20 ഓം ആണ്, നമ്മൾ 1/, എടുത്ത് ചെയ്താലേ പറ്റൂ എന്നേ തോന്നും. അല്ലാതെ 5ഉം 20ഉം തന്നാൽ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്നും എന്തുകൊണ്ടാണ് അതിനിപ്പുറം 4 തന്നിരിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് അതിനിപ്പുറം 2 തന്നിരിക്കുന്നതെന്നും ഒരു കാരണവശാലും മനസ്സിലാവില്ല. അപ്പോൾ 5ഉം 20ഉം നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ 4 കിട്ടും. ദെൻ 4 പാരലൽ 4 ഈസ് 2 ആൻഡ് 2 പാരലൽ 2 ബിക്കംസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് ആൻസർ എഴുതി പോകാവുന്നതേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 5. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ഫുള്ളായിട്ട് കാണുക. ക്ലാസ് ഫുള്ളായിട്ട് വേണം എന്ന് വിചാരിച്ച് കാണാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നൊന്നും അബ്സോർബ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. അതേസമയം നിങ്ങളിത് വേണം, ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് കാണുന്നതെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുന്ന ആളുകൾക്കും ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന ഈ ടെക്നിക്ക് പിടികിട്ടത്തില്ല. നിങ്ങളത് ഫുള്ളായിട്ട് ആ ക്ലാസ്സിൽ കാണുമ്പോൾ മാത്രമേ ആ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുള്ളൂ. അപ്പം നല്ല ക്ലാസ് ഏതാണെന്നും മോശം ക്ലാസ് ഏതാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിലും നിങ്ങൾ ആ ക്ലാസ് ത്രൂ ഔട്ട് കണ്ടുകൊണ്ടിരുന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. കാര്യം ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിനകത്ത് നമ്മളൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ട് പിന്നീട് അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ആയിപ്പോയത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു യൂസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എപ്പോഴും എല്ലാം ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ബെസ്റ്റ് ആണെന്ന് തോന്നുന്നിടത്ത് ജോയിൻ ചെയ്യുക, പഠിക്കുക, നല്ല റാങ്ക് എടുക്കുക. അതുപോലെ തന്നെ അപ്കമിങ് എക്സാമിനേഷൻസ് ഉണ്ട്. ഇനിയിപ്പം ഒരു 2-3 മന്ത്സിൽ എയുടെ എക്സാമിനേഷൻ കോൾ വരുന്നു. അടുത്ത മാസത്തേക്ക് ലെക്ചറേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് കോളേജസ് വിളിക്കും. സോ ലാർജ് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആർ കമ്മിങ് യുവർ വേ. അപ്പം നല്ലൊരു പ്രിപ്പറേഷൻ എടുക്കണം. കാര്യം കോമ്പറ്റീഷൻ ഈസ് റിയലി ഹൈ. കഴിഞ്ഞ അതായത് 21 വയസ്സ് മുതൽ 38 വയസ്സ് വരെ ഏജ് ബാൻഡിലുള്ള സർവത്ര പേരും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഈ എക്സാമിനേഷൻ എല്ലാം എഴുതുന്നവരാണ്. മോസ്റ്റ് ഓഫ് ദം ആർ ബിടെക് ഗേറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ്, എംടെക്കുകാരാണ്, പലരും PhD ചെയ്യുന്നവരാണ്. എഞ്ചിനീയറിംഗ് കോളേജസിൽ 6, 7, 10 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നവരുൾപ്പെടെ ഈ എക്സാമിനേഷനിലേക്ക് വരുന്നുണ്ട്. സോ കട്ട് ഓഫുകൾ വിൽ ബി ഓട്ടോമാറ്റിക്കലി ഹൈ. കഴിഞ്ഞ എക്സാമിനൊന്നും ഉണ്ടായിരുന്ന കട്ട് ഓഫ് ആയിരിക്കില്ല ഈ എക്സാമിനേഷന് വരിക. കാര്യം ഹൈലി പ്രിപ്പയറിംഗ് ആണ്. ഇപ്പം നമ്മുടെ അടുത്തൊക്കെ തന്നെ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് 1 വർഷമായിട്ട് തന്നെ കുട്ടികൾ പ്രിപ്പയറിംഗ് ആണ്. അപ്പോൾ ഈ എക്സാംസ് വരും എന്ന ആൻറ്റിസിപ്പേഷനിൽ നേരത്തെ തന്നെ കുട്ടികൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. സോ എത്രയും പെട്ടെന്ന് നിങ്ങളും ഈ
പ്രോഗ്രാമുകളിലേക്ക് ജോയിൻ ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്. കാര്യം ഈച്ച് ആൻഡ് എവറി ഡേ അതേഴ്സ് ആർ ഓവർടേക്കിംഗ് യു. അപ്പോൾ നമ്മൾ നല്ലൊരു സ്കിൽ സെറ്റുള്ള കാൻഡിഡേറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ 80% ഉണ്ട്, 90% ഉണ്ട്, 95% ഉണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് ഫോർ നോട്ട് സ്റ്റാർട്ടിങ് ഏർലിയർ. എത്രയും നേരത്തെ തുടങ്ങാമോ അത്രയും നേരത്തെ തുടങ്ങണം. കാര്യം നമുക്കറിയാം, ആമയും മുയലും കൂടെ ഓടിയ കഥ നമുക്കറിയാം അല്ലേ. മുയലിൻ്റെ കേപ്പബിലിറ്റീസിനെ പറ്റി ആമ ആലോചിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും ആമ ആരുടെ കൂടെ കമ്പീറ്റ് ചെയ്യാൻ പോകത്തില്ല. നമ്മളാണെങ്കിൽ മുയലിൻ്റെ കൂടെ ഓടാനായിട്ട് മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് പേര് കൊടുക്കുമോ? ഇല്ല, പേര് കൊടുക്കത്തില്ല. പക്ഷേ ആമ വാസ് ഇൻ്റലിജൻ്റലി ഇഗ്നോറൻറ്റ്. അപ്പോൾ ആമ വാസ് സെൽഫ് കോൺഫിഡൻറ്റ്. ആമ നെവർ കെയർഡ് അബൌട്ട് മുയലിനെ പറ്റി ആമ ആലോചിച്ചില്ല. ആമയ്ക്ക് സ്വയം ഉള്ള വിശ്വാസത്തിലാണ് ആമ മത്സരത്തിൽ പങ്കെടുത്തത്. അവസാനം വെൻ ദ റിസൾട്ട് കെയിം, ആരാണ് വിന്നറായത്? ടോട്ടോയ്സ് ബിക്കെയിം ദ വിന്നർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരാൾ ആമയാവാം, വേറൊരാൾ മുയലാവാം. മുയൽ അഹങ്കാരിയാവാം, വർക്ക് ചെയ്യാത്ത ആളാവാം, പ്രിപ്പയർ ചെയ്യാത്ത ആളാവാം, എന്നെക്കൊണ്ട് ഇതെല്ലാം അല്ലാതെ തന്നെ പറ്റുമെന്ന് സ്വയം അങ്ങ് വിചാരിക്കുന്ന ആളാവാം. പക്ഷേ നമ്മുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കി നല്ല ക്ലാസ്സുകളെടുത്ത് ഓരോ ദിവസവും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകുന്ന ഒരു ആമയാവുന്നതിന്, ആ ഒരു രീതിയിലുള്ള ഒരു ആമയാവുന്നതിനോടാണ് നമുക്ക് താല്പര്യം. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ അരഗൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓവർ സെൽഫ് കോൺഫിഡൻസ് അല്ല നമുക്ക് പലപ്പോഴും റിസൾട്ട് തരിക. കാര്യം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എക്സാമുകളിലെല്ലാം ഏറ്റവും നല്ല കോളേജുകളിൽ പഠിച്ച 90% മേളിൽ മാർക്കുള്ളവർ മാത്രമായിരിക്കണം റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അരഗൻ്റായിട്ട് കാര്യമില്ല. പിന്നെ മറ്റുള്ളവർ പറയുന്ന കുറേ മിസ്കൺസെപ്റ്റ്സ് വിചാരിച്ചിട്ട് കാര്യമില്ല. കാര്യം നോബഡി വോൺസ് യു ടു പ്രിപ്പയർ. അവർക്ക് സ്വയം പ്രിപ്പയർ ചെയ്താൽ മതി, ഞാൻ മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി, മറ്റുള്ളവരാരും പ്രിപ്പയർ ചെയ്യേണ്ട എന്നുള്ള മെൻറ്റാലിറ്റിയിൽ തന്നെയാണ് എല്ലാവരും പഠിക്കുന്നത്. കാര്യം ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പം അയാൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടണം എന്ന് വിചാരിക്കുന്നവർ തന്നെയാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് വേറെ ഒരാൾ പോയിട്ട് നമുക്ക് പോകാമെന്നോ അല്ലെങ്കിൽ അയാൾ പോകുമ്പോൾ നമ്മളെ കൂടെ വിളിക്കുമെന്നോ വിചാരിച്ചാൽ അയാൾ കഴിഞ്ഞ 6 മാസമായിട്ട് ക്ലാസ്സുകൾക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നമ്മളത് അറിയുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അപ്പോൾ വെൻ ദ റിസൾട്ട് ഈസ് ഗോയിങ് ടു കം, നിങ്ങൾ ഇങ്ങനെയുള്ള പല പിറ്റ്ഫോൾസും മനസ്സിലാക്കും. പക്ഷേ നമ്മളത് കണ്ണടച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റാതെ പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു ഫ്രീ കോച്ചിങ് പ്രോഗ്രാമിനോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലാസ്സുകൾക്ക് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും, നല്ല പേയ്മെൻറ്റ് കൊടുത്ത് തന്നെ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഒരാൾ ഫ്രീ കൊടുക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. കാര്യം അയാൾക്ക് പെയ്ഡായിട്ട് ആ സംഭവം വിൽക്കാത്തത് കൊണ്ടായിരിക്കും അയാൾ എപ്പോഴും ഫ്രീ കൊടുക്കുക. ഇപ്പം നിങ്ങൾ തന്നെയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് പുഷ് ചെയ്യാനായിട്ട് എപ്പോഴും ട്രൈ ചെയ്യുന്ന എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ ഫ്രീ ആക്കിയിട്ടായിരിക്കും നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതൊന്നും നിങ്ങൾക്ക് ലോ പ്രൈസിൽ കിട്ടില്ല. നിങ്ങളതിൽ കുറച്ച് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ സമയം കണ്ടെത്തേണ്ടതായിട്ട് വരും, ഉഴപ്പി അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ ഒരു ഹീറ്റഡ് മൈൻഡ് സെറ്റിലേക്ക് വന്നിട്ട് പ്രിപ്പറേഷനിലേക്ക് വരും. അപ്പം വേറെ 100 പേര് പ്രിപ്പയർ ചെയ്യുന്നു, 500 പേര് പ്രിപ്പയർ ചെയ്യുന്നു, 1000 പേര് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ജോലി കിട്ടാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല. കാര്യം ഇതിനേക്കാളും ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ എഴുതുന്നതാണ് PSCയുടെ ലോവർ ക്വാളിഫിക്കേഷൻ വേണ്ട എക്സാമുകൾ. പക്ഷേ എന്നിട്ട് പോലും ലക്ഷക്കണക്കിന് പേര് പ്രിപ്പയർ ചെയ്യുന്നു. ജോലി കിട്ടണം എന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നവരും പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ജോലി കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കും വേണമെങ്കിൽ നമ്മൾ ആ മൈൻഡ് സെറ്റിലേക്ക് വരിക. അല്ലാതെ ഇപ്പോൾ വേക്കൻസീസ് കുറവാണെന്നോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചാൽ നമ്മളെ എടുക്കുമെന്ന്, ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും വേക്കൻസി ഉള്ള ഏതെങ്കിലും പരീക്ഷയുണ്ടോ? ഒരു പരീക്ഷയില്ല. ഈവൻ ഒരു ചെറിയൊരു കമ്പനിയുടെ ഒരു വാക്ക് ഇൻ ഇൻ്റർവ്യൂവിന് നിങ്ങൾ പോയാൽ പോലും അവർക്ക് 5 പേരെ വേണമെങ്കിൽ 500 പേര് വെയിറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. പോസിറ്റീവായിട്ടുള്ള ആളുകളോട് മാത്രം ചേർന്ന് നിൽക്കുക. നമ്മൾ നെഗറ്റീവ് ആളുകളോട് തർക്കിച്ചിട്ട് നമ്മുടെ സമയം വെറുതെ പാഴാക്കാതെ ഇരിക്കുക. ആ സമയം കൂടെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A 200 watt 200 volt bulb and a 100 watt 200 volt bulb are connected in series and the voltage of 400 volt is applied across the series connected bulbs. So ബൾബിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ ഏത് പ്രിൻസിപ്പിളിലാണ് ചെയ്യേണ്ടത്? റെസിസ്റ്റൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 200 വാറ്റ് 200 വോൾട്ട് ബൾബും ഒരു 100 വാറ്റ് 200 വോൾട്ട് ബൾബും കണക്റ്റഡ് ഇൻ സീരീസ് ആണ്. അപ്പോൾ ഈ 2 ബൾബിൻ്റെ റെസിസ്റ്റൻസസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ 2 ബൾബുകളും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ബൾബിൻ്റെ റെസിസ്റ്റൻസ് 200 ഓമും സെക്കൻഡ് ബൾബിൻ്റെ റെസിസ്റ്റൻസ് 400 ഓമും ആണ്. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വാറ്റേജ് കൂടിയ ബൾബുകൾക്ക് റെസിസ്റ്റൻസ് കുറവായിരിക്കും, വാറ്റേജ് കുറഞ്ഞ ബൾബുകൾക്ക് റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 100 വാറ്റ് ബൾബിന് എത്രയാണ് റെസിസ്റ്റൻസ് കിട്ടിയിരിക്കുന്നത്? 400 ഓമാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ 200 വാറ്റ് ബൾബിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് 200 ഓം റെസിസ്റ്റൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ 2 ബൾബുകളും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻകാൻഡസെൻ്റ് ബൾബിൻ്റെ പ്രിൻസിപ്പിൾ എന്താ? ഹയസ്റ്റ് ഡെസിപ്പേഷൻ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ കറണ്ട് പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I ആണ്. അപ്പോൾ ഒരു സീരീസ് കോമ്പിനേഷനിൽ ഓൾവേസ് കറണ്ട് വിൽ ബി ദ സെയിം. സോ അപ്പോൾ സെയിം കറണ്ട് 200 ഓമിൽ കൂടെയും 400 ഓമിൽ കൂടെയും പോയാൽ ലാർജസ്റ്റ് ഡെസിപ്പേഷൻ ഉണ്ടാവുന്നത് 400 ഓമിന് അക്രോസ് ആയിരിക്കും. അതുകൊണ്ട്
ഈ R2 അല്ലെങ്കിൽ B2 എന്ന് പറയുന്ന ബൾബ് വിൽ ബി ഗ്ലോയിങ് വെരി മച്ച് ബ്രൈറ്റർ കമ്പയർഡ് ടു B1. B1-നേക്കാളും വളരെ ബ്രൈറ്റ് ആയിട്ടായിരിക്കും ആര് കത്തുക, B2 എന്ന് പറയുന്ന ബൾബ് കത്തുക. അപ്പോൾ B2-ൻ്റെ റേറ്റിംഗ് എന്താണ്? B2-ൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 100 വാറ്റ്സിൻ്റെ ബൾബാണ് B2. അപ്പോൾ B2 എന്ത് സംഭവിക്കും? ദ 100 വാറ്റ് ബൾബ് വിൽ ബി ബ്രൈറ്റർ ദാൻ ദ 200 വാറ്റ് ബൾബ്. 100 വാറ്റ് ബൾബ് എന്ത് ചെയ്യും? 200 വാറ്റ് ബൾബിനേക്കാളും ബ്രൈറ്ററായിട്ട് കത്തും. കാരണം 100 വാറ്റ് ബൾബിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 400 ആണ്. ഇറ്റ് വിൽ ഹാവ് എ ലാർജർ ഡെസിപ്പേഷൻ കമ്പയർഡ് ടു ദ 200 വാറ്റ് ബൾബ് വിച്ച് ഈസ് ഹാവിംഗ് എ റെസിസ്റ്റൻസ് ഓഫ് 200 ohm. So now moving into the next question, which is question number 7. In the network shown, if one of the 4 ohm resistances are disconnected, if one of the 4 ohm resistance is disconnected, when the circuit is active, the current flowing എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് രണ്ട് 4 ohms ഉണ്ട്. ഇതിൽ ഒരു 4 ohm നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ രണ്ട് 4 ohms ഇവിടെ ഇരിക്കുമ്പോൾ ഇക്വലന്റ് എന്ന് പറയുന്നത് 2 ohm ആണ്. അതായത് നെറ്റ് ഇക്വലന്റ് എന്താ? 6 + 2 + 2 വിച്ച് ഈസ് ഈക്വൽ ടു 10 ohm ആണ് നെറ്റ് ഇക്വലന്റ്. ഇനി ഒരു 4 നമ്മൾ കട്ടൗട്ട് ചെയ്താൽ നമ്മുടെ നെറ്റ് ഇക്വലന്റ് എന്താണ്? 6 + 4 + 2 12 ohm ആണ്. അല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ കട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കട്ട് ചെയ്യുമ്പോൾ 10 ohm എന്നുള്ളത് 12 ohമിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ കറണ്ട് ഫ്ലോ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഡിക്രീസ്. അല്ലേ? റെസിസ്റ്റൻസ് കൂടിയില്ലേ? ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് 10 ohm ആണ് ഉള്ളത്. പക്ഷേ ഒരു 4 ohm നമ്മൾ കട്ട് ചെയ്താൽ 6 + 4 + 2 ആണ് ബാക്കിയുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ ദ സെക്കൻഡ് കേസിലെ റെസിസ്റ്റൻസ് ഇക്വലന്റ് എന്ന് പറയുന്നത് 6 + 4 + 2 ആണ്. അത് 12 ohm ആണ് വരുന്നത്. സോ ദാറ്റ് മീൻസ് 10 ohമിൽ ഉള്ള കൂടെ 10 ohm ഉള്ളപ്പോൾ പാസ് ചെയ്യുന്നതിനേക്കാളും കുറഞ്ഞ കറണ്ടേ എന്തിൽ പാസ് ചെയ്യുള്ളൂ? 12 ohമിൽ പാസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ സോ ദാറ്റ് മീൻസ് the current will be decreasing. So for question number 7, our option is option B. So first കേസിൽ 10 ohm ആണ് കിട്ടുക, രണ്ടാമത്തെ കേസിൽ എന്താ കിട്ടുക? 12 ohm ആണ് കിട്ടുക. So hence the current will be lesser for condition B. So moving into next question, question number 8. Which of the following is a non-linear circuit parameter എന്നുള്ളതാണ് ചോദ്യം. ട്രാൻസിസ്റ്റർ, ഇൻഡക്ടൻസ്, കണ്ടൻസർ, വയർ വൗണ്ട് റെസിസ്റ്റൻസ്, വയർ വൗണ്ട് റെസിസ്റ്റർ, ഇത് 4ആണ് ചോയ്സ്. സോ ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞാൽ L ആണ്, കണ്ടൻസർ എന്ന് പറഞ്ഞാൽ C ആണ്, കപ്പാസിറ്റൻസ് ആണ്, വയർ വൗണ്ട് റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R ആണ്. അപ്പോൾ R, L, C പാസീവ് എലമെന്റ്സ് ആണ്. ആക്റ്റീവ് എലമെന്റ് ആയിട്ടുള്ളത് ട്രാൻസിസ്റ്റർ ആണ്. സോ ട്രാൻസിസ്റ്റർ ഈസ് ദ നോൺ ലീനിയർ സർക്യൂട്ട് പാരാമീറ്റർ. ഓപ്ഷൻ എ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. തിയറി ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ ലീനിയർ ആണ്, പാസീവ് ആണ്. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ആക്റ്റീവ് എലമെന്റ് ആണ്, നോൺ ലീനിയർ എലമെന്റ് ആണ്, സെമി കണ്ടക്ടർ എലമെന്റ് ആണ്. ഇറ്റ് വർക്ക്സ് ബേസ്ഡ് ഓൺ ദി ജംഗ്ഷൻ പ്രിൻസിപ്പിൾ. അതിൻ്റെ സെമി കണ്ടക്ടർ ജംഗ്ഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. നൗ മൂവിങ് ഇൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 9. 2 wires A and B have the same cross section and made of the same material ആണ്. അപ്പോൾ സെയിം ക്രോസ് സെക്ഷനും ഉണ്ട്, സെയിം മെറ്റീരിയലും ആണ്. സോ അപ്പോൾ ആറിൻ്റെ ഇക്വേഷൻ എന്താ? R = ρl/A അല്ലേ? അപ്പോൾ സെയിം ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്, അതുപോലെ തന്നെ സെയിം മെറ്റീരിയൽ ആണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ R1 = L1 എന്നും R2 = L2 എന്നും നമുക്ക് എഴുതാം. പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ് അല്ലേ? സോ 2 wires A and B have the same cross section and are made of the same material. RA is equal to 600 and RB is equal to 100. The number of times A is longer than B ആണ് നമ്മുടെ ചോദ്യം. അപ്പം സെയിം ആണെങ്കിൽ ഇത് 6 times ആവണം. സോ വാട്ട് വിൽ ബി the length of A? The length of A has to be 6 times compared to the length of B. അപ്പോൾ രണ്ടാമത്തെ കണ്ടക്ടറിൻ്റെ ലെങ്തിനേക്കാളും 6 times ആയിരിക്കണം. കാര്യം റോ ആപ്ലിക്കബിൾ അല്ല, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആപ്ലിക്കബിൾ അല്ല, ലെങ്ത് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ റെസിസ്റ്റൻസ് 6 times ആവണമെങ്കിൽ ലെങ്തും എത്ര വലുതായിരിക്കണം? 6 times വലുതായിരിക്കണം. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 9 അവർ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, വേർ LA ഈസ് ഈക്വൽ ടു 6 times LB. അപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങൾക്ക് ചുമ്മാ ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് ഇട്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനോ അത് ആൻസർ ചെയ്യാനോ ആയിട്ട് ഈ ഡിസ്ക്രിപ്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ വളഞ്ഞ വഴിയാണ്, വെറുതെ സമയം കളയാനുള്ള ഓരോ പരിപാടികളാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10ലേക്ക് വരാം. 200 watt 200 volt lamps are connected in series across a 200 volt supply. ടോട്ടൽ പവർ കൺസ്യൂംഡ് ബൈ ഈച്ച് ലാമ്പ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 100 watt 200 volt ലാംപ്സ് ആണ് കണക്റ്റഡ് ഇൻ സീരീസ് ആണ്. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 400 ohm എന്നാണ് കിട്ടുന്നത്.
അപ്പോൾ ആദ്യത്തെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 400, രണ്ടാമത്തെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 400, ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 800. വോൾട്ടേജ് ഇപ്പോൾ എത്രയാണ്? വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 200 വോൾട്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പവർ കൺസ്യൂംഡ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ പവർ കൺസ്യൂംഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുന്നു. കറണ്ട് 1/4 ആണെന്ന് കിട്ടുന്നു, ഈക്വൽ ടു 0.25. കറണ്ട് ബിക്കംസ് ഈക്വൽ ടു 1/4. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് പവർ കണ്ടുപിടിക്കാം. 1/4 ദ ഹോൾ സ്ക്വയർ ബിക്കോസ് ഇറ്റ് ഈസ് I²R. അപ്പോൾ 1/4 ദ ഹോൾ സ്ക്വയർ ഉണ്ട് 400 ചെയ്യുമ്പോൾ നമുക്ക് വെട്ടിക്കളയാം. ആൻസർ ബിക്കംസ് ഈക്വൽ ടു 25 വാട്ട്സ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി വിച്ച് ഈസ് ഈക്വൽ ടു 25 വാട്ട്സ്. ഓപ്ഷൻ ബി 25 ആണ് നമ്മുടെ ആൻസർ. Now moving into the next question, which is question number 11. A terminal where 3 or more branches meet. ഞാനിത് ഡയറക്റ്റ്ലി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇതിനെ നമ്മളൊരു നോഡ് എന്നാണ് പറയുക. 3 അതിൽ കൂടുതലോ ബ്രാഞ്ചുകൾ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിനെ നമ്മൾ സർക്യൂട്ട് അനാലിസിസിൽ എന്താണെന്ന് പറയുന്നു? നോഡാണെന്ന് പറയുന്നു. അപ്പോൾ നോഡ് എന്താണെന്നും മെഷ് എന്താണെന്നും നെറ്റ്വർക്ക് എന്താണെന്നും സർക്യൂട്ട് എന്താണെന്നും അതിൻ്റെ ഡിഫറൻസസ് എന്താണെന്നും നോഡ് അനാലിസിസും മെഷ് അനാലിസിസ്, സൂപ്പർ നോഡ് അനാലിസിസ്, സൂപ്പർ മെഷ് അനാലിസിസ് ഒക്കെ ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ പോയി റെഫർ ചെയ്യുക. അത് 1, 2, 3, 4, 5 വട്ടം റെഫർ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടോ ഒരു ഇഷ്യൂസും ഇല്ല. കാര്യം നിങ്ങൾ പലരും കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നാളായവരാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു വട്ടമൊന്നും കേട്ടെന്ന് പറഞ്ഞിട്ട് നമുക്കിത് ക്ലിയർ ആയിട്ട് പോകത്തൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ 3 4 മാസം കഴിഞ്ഞ് വീണ്ടും ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ പോർഷൻസ് വന്ന് റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എല്ലാ വീഡിയോസും എപ്പോഴും ഓൾ ടൈം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആദ്യത്തെ ക്ലാസ് മുതൽ അവസാനത്തെ ക്ലാസ് വരെ റിവിഷൻ ക്ലാസ് ഉൾപ്പെടെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും 24 അവേഴ്സിൽ കണ്ടുപഠിക്കാവുന്ന രീതിയിലാണ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് നോഡ് അനാലിസിസ്, മെഷ് അനാലിസിസ് പഠിക്കുക. പഠിച്ചിട്ട് വന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ അറ്റൻഡ് ചെയ്യുക. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് നോഡാണ്. അതിനെ നമ്മൾ നോഡ് എന്ന് പറയുന്നു. ഇനി മൂവിങ് ഇൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 12. 3 റെസിസ്റ്റേഴ്സ് ഈച്ച് ഓഫ് ആർ കണക്റ്റഡ് ഇൻ സ്റ്റാർ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇക്വലന്റ് ഡെൽറ്റ? ഇതൊക്കെ നമ്മൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിക്കേണ്ട കാര്യം തന്നെ ഇല്ല. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ക്വസ്റ്റ്യൻ. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് കാണുന്നവരാണ്, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഫ്രീ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് പോലും ഇതൊക്കെ വളരെ ഈ ഒരു സംഭവത്തിനകത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു ചലഞ്ചേ അല്ല. ഈ മാർക്ക് നമുക്ക് ഷുവറാണ്. സ്റ്റാർ ടു ഡെൽറ്റ ആണെങ്കിലും ഡെൽറ്റ ടു സ്റ്റാർ ആണെങ്കിലും. അപ്പോൾ എല്ലാവരും പറഞ്ഞ് 6 ഓംസ് വെച്ചിട്ടുള്ളൊരു സ്റ്റാർ ആണെങ്കിൽ അതിനെ ഡെൽറ്റയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്ര ആവും? 3 times R ആവും അല്ലേ? സോ ക്വസ്റ്റ്യൻ നമ്പർ 12 അവർ ആൻസർ ഈസ് എ. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവർ ആൻസർ വിൽ ബി ഈക്വൽ ടു 3R. കണ്ടോ? അപ്പോൾ R ഇൻ സ്റ്റാർ ബിക്കംസ് ഈക്വൽ ടു 3R ഇൻ ഡെൽറ്റ. സോ അപ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഷോർട്ട് കട്ട് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. 6 ആണ് സ്റ്റാർ ഇക്വലൻ്റ് എങ്കിൽ, യൂണിഫോം സ്റ്റാർ ആണ് എങ്കിൽ 3 times R ആണ് ഡെൽറ്റ. ഓവർ കോൺഫിഡൻസ് കാണിക്കരുത്. അത് യൂണിഫോം സ്റ്റാർ ആണോ എന്ന് നോക്കിയിട്ട് വേണം ആൻസർ കൊടുക്കാൻ. അപ്പോൾ നൗ മൂവിങ് ഇൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 13. 2 ഇലക്ട്രിക് ബൾബ്സ് ഉണ്ട്. ടങ്സ്റ്റൺ ഫിലമെന്റ് ഓഫ് സെയിം തിക്നെസ് ആണ്. വൺ ഓഫ് ദം എന്ന് പറയുന്നത് 60 വാറ്റ് ആണ്. മറ്റേ ലാമ്പ് എന്ന് പറയുന്നത് 100 വാറ്റ്സ് ആണ് എങ്കിൽ ലാമ്പ് ഫിലമെന്റ്സ് ഹാവിങ് ഈക്വൽ ലെങ്ത്, ഷോർട്ടർ ലെങ്ത്, ലോങ്ങർ ലെങ്ത് ആണ് ചോദ്യം. അപ്പം ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെ റോ സെയിം ആണ്, സെയിം തിക്നെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആണ്. ഇനി 60 വാറ്റ്, 100 വാറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഏതാണ് കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള ലാമ്പ്. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. 100 വാറ്റും 60 വാറ്റ്സും ആണ്. അപ്പോൾ ഏത് ലാമ്പിനാണ് കൂടുതൽ റെസിസ്റ്റൻസ് വരിക? 60 വാറ്റ്സിനാണ് കൂടുതൽ റെസിസ്റ്റൻസ് വരിക അല്ലേ? സോ 60 വാറ്റ്സിനാണ് കൂടുതൽ റെസിസ്റ്റൻസ് വരിക. അപ്പം 60 വാറ്റ്സിനാണ് കൂടുതൽ റെസിസ്റ്റൻസ് വരികയെങ്കിൽ കൂടുതൽ ലെങ്ത് ഉള്ള ലാമ്പ് ഏതായിരിക്കും? കൂടുതൽ ലെങ്ത് ഏതിനായിരിക്കും വരിക? 60 വാറ്റ്സിൻ്റെ ഫിലമെന്റിന് തന്നെ ആയിരിക്കും ലോങ്ങർ ലെങ്ത് വരിക. സോ വാട്ട് ഈസ് അവർ ആൻസർ? അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 60 വാറ്റ് ലാമ്പ് ഫിലമെന്റ് ഹാസ് ലോങ്ങർ ലെങ്ത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ ആൻസറുകളൊക്കെ എഴുതുന്നത്. അല്ല നമ്മളിതൊന്നും വർക്കൗട്ട് ചെയ്യുന്നില്ല. ആരും 60 വാറ്റ് ലാമ്പാണ്, 100 വാറ്റ്സ് ലാമ്പാണ്. അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റൻസ് കൂടുതൽ എന്ന് പറയുന്നത് ചെറിയ വാറ്റേജ് ഉള്ള ലാമ്പിനാണ് ഫിലമെന്റ് റെസിസ്റ്റൻസ് കൂടുക. അപ്പോൾ അതിൻ്റെ ഫിലമെന്റ് ആയിരിക്കണം കൂടുതൽ ലെങ്ത് ഉള്ളത്. കാര്യം റോ സെയിം ആണ്, അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും സെയിം ആണ്. സോ 60 വാറ്റ് ലാമ്പ് ഫിലമെന്റ് വിൽ ഹാവ് ലോങ്ങർ ലെങ്ത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഇതൊക്കെ വെറുതെ ചെയ്തിരിക്കുകയാണ്. ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് നേരിട്ട് ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. Now moving into question number 14.
ആൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ഷുഡ് ഹാവ് എന്തുണ്ടായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന് 0 സോഴ്സ് റെസിസ്റ്റൻസ് ആയിരിക്കണം. കാര്യം ഇന്റേണൽ വോൾട്ടേജ് ഡ്രോപ്പ് വരാനായിട്ട് പാടില്ല. ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആണ്. ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഇന്റേണൽ വോൾട്ടേജ് ഡ്രോപ്പ് വരാനായിട്ട് പാടില്ല. അപ്പോൾ അതിന് എന്തായിരിക്കണം ഉള്ളത്? 0 സോഴ്സ് റെസിസ്റ്റൻസ് ആയിരിക്കണം ഉള്ളത്. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 14 അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അപ്പോൾ ഇത് ഞാൻ ബേസിക്സ് ഓഫ് നെറ്റ്വർക്ക് അനാലിസിസ് പഠിപ്പിച്ചപ്പോൾ, ബേസിക് ഇലക്ട്രിക്കൽ പഠിപ്പിച്ചപ്പോൾ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്, ഐഡിയൽ കറണ്ട് സോഴ്സ്, പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ്, പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രിൻസിപ്പിൾസ്, ഫീച്ചേഴ്സ്, ഗ്രാഫ് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ട് നിങ്ങൾ ഒന്നുകൂടി റെഫർ ചെയ്യാം. നൗ മൂവിങ് ഇൻ ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 15. R equivalent ഫോർ ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സർക്യൂട്ടിൽ R equivalent നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, 1ഉം 5ഉം ഉണ്ടല്ലേ. ഈ 1ഉം 5ഉം കൂടെ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് 6 ആക്കാം. സീരീസ് ആണ്. അതുപോലെ തന്നെ 6 പാരലൽ 3 ആണ്. 6 പാരലൽ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണ്, 2 ആണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. 6 പാരലൽ 3 2 ആണെന്നല്ലാതെ തന്നെ എനിക്കറിയാം. അപ്പം R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. R1 R2 എന്ന് പറഞ്ഞാൽ 6 into 3 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 3 ഇറ്റ് ബിക്കംസ് ഈക്വൽ ടു 2. അപ്പോൾ ഇത് 2 ആവുന്നു. ഈ 2ഉം 2ഉം കൂടെ ചേർന്നിട്ട് ഇവിടെ 4 ആവുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ 1ഉം 5ഉം കൂടെ ചേർന്നിട്ട് 6 ആവുന്നു. ഇവിടെ 6ഉം 3ഉം കൂടെ ചേർന്നിട്ട് 2 ആവുന്നു. 2ഉം 2ഉം കൂടെ ചേർന്നിട്ട് 4 ആവുന്നു. അപ്പോൾ ഇനി ഇവിടെ 6 പാരലൽ 4 ആണ് വരുന്നത് അല്ലേ. 6 പാരലൽ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 ഡിവൈഡഡ് ബൈ 10 ആണ് അല്ലേ. R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2, സോ ഇറ്റ് ബിക്കംസ് ഈക്വൽ ടു 2.4. സോ 24 ഡിവൈഡഡ് ബൈ 10 ബിക്കംസ് 2.4. 2.4 പ്ലസ് 12 ആണ്. കാര്യം ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എങ്ങനെ വരും? 4 ഉണ്ട്, ഇങ്ങനെയാണ് വരിക അല്ലേ. ഇവിടെ ഒരു 4 ഉണ്ട്. ഇതെന്ന് പറയുന്നത് 2.4 ആണ്. ഇതെന്ന് പറയുന്നത് 8 ആണ്. സോ 8 പ്ലസ് 4 ഇസ് ഈക്വൽ ടു 12 പ്ലസ് 2.4 becomes equal to 14.4. 14.4 is the answer. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ 6ഉം 5ഉം 5 പ്ലസ് 1 6, 6 പാരലൽ 3 2, 2 പ്ലസ് 2 4, 4 പാരലൽ 6 which is equal to 2.4 പ്ലസ് 12 becomes equal to 14.4. സോ ആൻസർ എ എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്ഷൻ. 14.4 ആണ് നമ്മുടെ ആൻസർ. 14.4 becomes the final answer for this question. So this is the end of this set of 15 questions for the sub-engineer program of KSEB examination, and these classes are provided to you by Class Coaching. Highest quality classes ആണ്, the best classes in the state. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസ് ഫോളോ ചെയ്യാം. You can download the Class Coaching app from Play Store and join into this program now itself, and you can prepare for the electrical inspectorate examination, KSEB sub-engineer examination, and the upcoming engineering college lecturers examination, and also the KSEB assistant engineer upcoming examination. Thank you all.